ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നാം ഹോളിഡേ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ആരംഭിക്കുകയാണ്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ മുമ്പ് നാം പഠിച്ച കാര്യങ്ങൾ ഇന്ന് നമ്മൾ സ്വയം പറയാൻ പോവുകയാണ്. അതായത് ഞാൻ ഓരോ സെൻറ്റൻസുകൾ മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങളത് ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ട് അത് നമുക്ക് കമൻറ്റ് ബോക്സിലിടുക. കമൻറ്റ് ചെയ്യുന്ന ആ ആൻസേഴ്സ് അപ്പോൾ തന്നെ അതിനുള്ള റിപ്ലൈയും അത് കറക്റ്റാണോ ഇൻകറക്റ്റാണോ എന്നതും അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസും ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഓരോ വാക്യങ്ങളായിട്ട് നാം ഇതുവരെ പഠിച്ചതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കാം. അതിനുശേഷം ഞാൻ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് മലയാളത്തിൽ ഞാൻ നൽകും. അത് നിങ്ങൾ ഇംഗ്ലീഷിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അതുപോലെ നാം ഈ ഇപ്പോൾ പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു 10 എക്സസൈസ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പേഴ്സണിനെ പറ്റി നിങ്ങളോട് ഞാൻ സംസാരിക്കും. അത് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ഒരു വെർബ് തന്നെയാണ്, അതായത് പഠിക്കുക എന്ന ഒറ്റ വെർബാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അത് ഇപ്പം പഠിക്കുക, പഠിച്ചിരുന്നു, പഠിക്കും, പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു വെർബ് തന്നെ ഉപയോഗിച്ചാണ് ഈ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് നോക്കാം. ഞാൻ പഠിക്കുന്നു, ഐ സ്റ്റഡി. അവിടെ ഡു ഓർ ഡസ് വെർബാണ്, സ്റ്റഡി ഡു വെർബാണ് അല്ലേ. അവൻ പഠിക്കുന്നു, രാജു പഠിക്കുന്നു, രാജു സ്റ്റഡീസ്, ഡസ് വെർബാണ് അല്ലേ. ഞാൻ പഠിച്ചു, ഐ സ്റ്റഡീഡ്. രാജു പഠിച്ചു, രാജു സ്റ്റഡീഡ്. ഞാൻ പഠിക്കും, ഐ വിൽ സ്റ്റഡി. രാജു പഠിക്കും, രാജു വിൽ സ്റ്റഡി. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഐ ആം സ്റ്റഡിയിങ്. രാജു പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഹി ഈസ് സ്റ്റഡിയിങ്. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ദേ ആർ സ്റ്റഡിയിങ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഐ വാസ് സ്റ്റഡിയിങ്. രാജു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, രാജു വാസ് സ്റ്റഡിയിങ്. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദേ വെയർ സ്റ്റഡിയിങ്. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഐ ഹാവ് സ്റ്റഡീഡ്. അവൻ പഠിച്ചിട്ടുണ്ട്, ഹി ഹാസ് സ്റ്റഡീഡ്. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഐ ഹാഡ് സ്റ്റഡീഡ്. അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹി ഹാഡ് സ്റ്റഡീഡ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഐ വിൽ ബി സ്റ്റഡിയിങ്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഹി വിൽ ബി സ്റ്റഡിയിങ്. ഞാൻ പഠിക്കട്ടെ, ലെറ്റ് മീ സ്റ്റഡി. അവൻ പഠിക്കട്ടെ, ലെറ്റ് ഹിം സ്റ്റഡി. ഞാൻ പഠിച്ചേക്കും, ഐ മേ സ്റ്റഡി. അവൻ പഠിച്ചേക്കും, ഹി മേ സ്റ്റഡി. ഞാൻ പഠിച്ചിട്ടുണ്ടാവണം, ഐ മസ്റ്റ് ഹാവ് സ്റ്റഡീഡ്. അവൻ പഠിച്ചിട്ടുണ്ടാവണം, ഹി മസ്റ്റ് ഹാവ് സ്റ്റഡീഡ്. എനിക്ക് പഠിക്കാൻ കഴിയും, ഐ ക്യാൻ സ്റ്റഡി. അവന് പഠിക്കാൻ കഴിയും, ഹി ക്യാൻ സ്റ്റഡി. അവന് പഠിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അവൻ പഠിച്ചേ പറ്റൂ, ഹി ഹാവ്സ് ടു സ്റ്റഡി. ഓക്കെ, അവൻ പഠിക്കേണ്ടതുണ്ടായിരുന്നു, ഹി ഹാഡ് ടു സ്റ്റഡി. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളെ അതേ രീതിയിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ്. അപ്പോൾ അത് നിങ്ങൾ എഴുതിയതിന് ശേഷം അവിടെ ഞാനൊരു പേഴ്സണിൻ്റെ ഒരു പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ആ പാരഗ്രാഫായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത ടോമോൾ ജോർജ് എന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണോ എന്ന് ഓർമ്മയില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു വ്യക്തിയെയോ സ്ഥലത്തെയോ പറ്റിയൊരു പാരഗ്രാഫായിട്ടൊക്കെ നൽകിയാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം ഇട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകണം. അതുകൊണ്ടാണ് ഞാൻ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഞാനൊരു ചെറിയ പാരഗ്രാഫ് കൂടി തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രയോജനം ചെയ്യും. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് ഒരു 10 എക്സസൈസ് ആണ്. അത് നിങ്ങൾ ഓരോന്നായിട്ട് എഴുതി കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ കളിക്കുന്നു. അപ്പോൾ ഈ ഒരു വെർബ് തന്നെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതിൽ തന്നെ ഒരു വെർബ് തന്നെ യൂസ് ചെയ്തത് ഓരോ വേർഡും വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ കളിക്കുന്നു. അവൻ കളിച്ചിരുന്നു.
ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ക്രിക്കറ്റ് കളിക്കും. അവൾ കളിക്കട്ടെ. നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ കഴിയും. 7th question. അവർ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. 8th. ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. 9th. അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടാവണം. 10th. അവൾ ക്രിക്കറ്റ് കളിച്ചേക്കും. അപ്പോൾ ഈ ഒരൊറ്റ വെർബ് വെച്ചിട്ട് നിങ്ങൾക്ക് മാറ്റി മാറ്റി പരീക്ഷിക്കാം. അപ്പം ഈസ് പ്ലേയിങ്, ആർ പ്ലേയ്ഡ്, പ്ലേയിങ്, ദെൻ മേ പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോരോ വെർബുകൾ മാറ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ പഠിക്കും, കളിക്കും, വായിക്കും, എഴുതും, കുളിക്കും, സഹായിക്കും എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമുക്കത് എത്ര പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഇവിടെ അവൻ ഇംഗ്ലീഷ് പഠിക്കും എന്ന് എഴുതിയിട്ട് മാറ്റി വേറെ അവൻ സഹായിക്കും എന്ന് എഴുതുമ്പോൾ ഇപ്പം ഹി വിൽ സ്റ്റഡി ഇംഗ്ലീഷ്, അത് നിങ്ങൾക്ക് ഹി വിൽ ഹെൽപ്പ് ഹിസ് മദർ എന്നാക്കി എഴുതാൻ നിങ്ങൾ പഠിക്കണം. ഇപ്പം ഹി ഹാഡ് ടു പ്ലേ എന്നത് ഹി ഹാഡ് ടു സ്റ്റഡി എന്ന് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനാണ് നമ്മൾ ഇങ്ങനെ എക്സസൈസ് ഇടുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ കാര്യമാണ്. ഇപ്പം ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് മൈ ഫ്രണ്ട് ഷിഖ. അപ്പം എൻ്റെ ഷിഖ എന്ന് പറയുന്ന ഫ്രണ്ടിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തുന്നു. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങാം. അവളുടെ പേര് ഷിഖ എന്നാണ്. അവൾ നല്ല മിടുക്കിയാണ്. അവൾ കാണാൻ സുന്ദരിയാണ്. അവൾ MAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം ശിഖ BAക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാളെ അവൾ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കും. അവൾക്കൊറ്റയ്ക്ക് ഇവിടെ വരാൻ കഴിയും. പക്ഷേ എല്ലാവരോടും ഒപ്പം വരാനാണ് അവൾക്കിഷ്ടം. ഇപ്പോൾ ഞങ്ങൾക്ക് പരസ്പരം കാണാൻ കഴിയാറില്ല. അതുകൊണ്ട് ഞാനും വിഷമത്തിലാണ്. അവൾ വരട്ടെ. കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പഠന കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. മുമ്പ് പറയേണ്ടതുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. അവളുടെ ഫാദർ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് നാളെ അവൾ വരുന്നത്. അവളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ധാരാളം ലക്ഷ്യങ്ങൾ അവൾക്കുണ്ട്. അതെല്ലാം അവൾക്ക് പൂർണ്ണമാകാൻ സാധിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞ സെൻറ്റൻസ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളത് ഓരോന്നായിട്ട് എഴുതിയെടുത്തിട്ട് നിങ്ങൾ ബുക്കിൽ തന്നെ അത് എഴുതുക. എഴുതിയതിന് ശേഷം അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ ഐ വിൽ കറക്റ്റ് ഇറ്റ്, നോ ഡൗട്ട് അറ്റ് ഓൾ. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഡു ഇറ്റ് എ ലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് നന്നായി പഠിക്കാനും നന്നായിട്ട് അത് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു ടൈം നിങ്ങൾക്കത് ഇതിനകത്ത് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ വീഡിയോകളും ഒന്ന് വാച്ച് ചെയ്യുക. ഒപ്പം എന്നും കാണുന്നവരത് മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ ഷെയറും എനിക്കത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.